ഹായ്, ഷജീർ കളരിക്കാൽ, ടോറ ഷോട്ടക്കാൻ കരാട്ടെ അസോസിയേഷൻ ഇന്റർനാഷണൽ കോച്ച്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് ബേസിക് ക്ലാസ്സിൽ നമ്മൾ ആദ്യമായി കരാട്ടെ പരിശീലനത്തിനായി പ്രവേശിച്ചാൽ നമുക്ക് ബേസിക് ക്ലാസ്സിൽ ലഭിക്കുന്ന ഒരുപാട് സ്റ്റാൻസുകളുണ്ട്. നമ്മുടെ പല മൂവ്മെൻറ്റ്സിന് ആവശ്യമായ പല ബ്ലോക്ക്, പഞ്ച്, കിക്ക് എന്നിവയ്ക്ക്. അതിൽ നമ്മൾ ആദ്യം ഘട്ടങ്ങളിൽ നമ്മൾ പഠിക്കുന്ന ഒന്നാണ് കിബ സ്റ്റാൻസ്, അതായത് കിബാഡാച്ചി. ഈ കിബാഡാച്ചിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത് ആ സ്റ്റാൻസിലൂടെ. കാരണം നമ്മുടെ ബ്ലോക്കുകൾ, അതോടൊപ്പം തന്നെ പഞ്ച്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സ്റ്റാൻസിലൂടെയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് കൃത്യമായ രീതിയിൽ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ഭാവിയിലും നമ്മൾ എന്താണോ തുടക്കത്തിൽ പഠിച്ചെടുക്കുന്നത് ആ രീതിയിൽ നമുക്ക് നമ്മുടെ ഈ ആയോധന കലയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും വിപരീത തലത്തിലേക്ക് പലരും കളിച്ചു തുടങ്ങുന്നതിൻ്റെ കാരണം തന്നെ തുടക്കത്തിൽ നമ്മളെ ബേസിക് ക്ലാസ്സിൽ അശ്രദ്ധയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കിബാഡാച്ചി എന്നാണ്. മനസ്സിലാക്കുക, കിബാഡാച്ചി ഏത് രീതിയിലാണ് നമ്മൾ നിൽക്കേണ്ടത് എന്നുള്ളതൊരു കുറഞ്ഞ ഒരു നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനുമുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണ്, തുടർ വീഡിയോ ലഭ്യമാകുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ഒരു ഷോൾഡർ ആണ് ഇപ്പോൾ നമ്മുടെ നിൽക്കുന്ന ഈ ഒരു പൊസിഷൻ. നമ്മുടെ ഷോൾഡറിൻ്റെ അളവാണ് നോക്കുക. നമ്മുടെ ലെഗ് നിൽക്കുന്നത് നമ്മുടെ ഈ ഷോൾഡർ. ഇത് രണ്ട് ഷോൾഡറിൻ്റെ അളവിലാണ് നമ്മുടെ ഈ സ്റ്റാൻസിൽ വരുന്നത് എന്നുള്ളത്. രണ്ട് ഷോൾഡറിൻ്റെ അളവിൽ നമ്മൾ സ്റ്റാൻസിൽ വരുന്നു എന്നുള്ളതാണ് കിബാഡാച്ചി. ഈ രീതിയിൽ നമ്മൾ നിൽക്കേണ്ടത്, നമ്മുടെ പാദം ഈ സ്റ്റൈലാണ് നിൽക്കേണ്ടത്. ഈ രീതിയിലാണ് നമ്മൾ ഈ പാദം നിൽക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഇത് ഷോൾഡർ ഈ ഡിസ്റ്റൻസ് ആണ് കിട്ടുന്നതിൻ്റെ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ലെഗ് ക്ലോസ് ചെയ്ത് 1 2 3 4 ഇതാണ് ശരിക്കും രണ്ട് ഷോൾഡറിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് നോക്കുക. ഇതാണ് ഈ രീതിയിൽ. ഇതിലിങ്ങനെ ഫ്രണ്ടിലേക്ക് നമ്മൾ പോകരുത്. ഈ നിൽക്കുന്നത് ഈ രീതിയിൽ നമ്മുടെ ഫ്രണ്ടിലേക്ക് ബോഡി തൂങ്ങിയാൽ നമുക്ക് ഒരാളെ നമ്മളെ ക്യാച്ച് ചെയ്താൽ പെട്ടെന്ന് പോകും. പിന്നെ നമുക്ക് അത്ര പവറിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഈ രീതിയിൽ ഇരിക്കരുത്. ഇത് നമുക്ക് കൂടുതൽ ലെഗ് പെയിൻ കാര്യങ്ങളുണ്ടാക്കും. അത് നമുക്ക് അത്ര പവറിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ രീതിയിൽ ബാക്കിലേക്ക് നമ്മുടെ പോകുന്ന രീതിയും പാടില്ല. നമ്മുടെ സീറ്റ് ബാക്കിലേക്ക് തള്ളി നിൽക്കുന്ന രീതി. ചിലർ അതോടൊപ്പം തന്നെ ഈ രീതിയിൽ നിൽക്കും. കുട്ടികളൊക്കെ ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിൽക്കുന്ന രീതിയാണ്. ഇങ്ങനെയല്ല, ഇതെല്ലാം വിപരീത ഫലമാണ് നമുക്ക് ഉണ്ടാക്കുക. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായ സ്റ്റാൻഡിങ്ങിൽ നിൽക്കുന്ന സമയത്ത് അത് പവറിൽ നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഷോൾഡറിൻ്റെ അളവ് ലഭിക്കുന്നുണ്ട്, രണ്ട് ഷോൾഡറിൻ്റെ അളവ് ലഭിക്കുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം. എൻ്റെ പാദം ഞാൻ വെച്ചു. ഇതാണ് നമ്മുടെ കറക്റ്റ് വരുന്നത്. ഒറ്റ ഒരു ഷോൾഡർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ ഒരു ഷോൾഡറിൻ്റെ അളവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നെക്സ്റ്റ് നോക്കാം. ഇതാണ്. അപ്പോൾ ഇത് രണ്ട് ഷോൾഡറിൻ്റെ അളവാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ സെൻറ്ററിൽ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ഡിസ്റ്റൻസ് 1 2 3 4 വളരെ കറക്റ്റായിട്ടുള്ള ഈ സ്റ്റാൻസ് ലഭിച്ചിട്ടുണ്ട്, ഡിസ്റ്റൻസ് കാണിച്ചിട്ടുള്ള. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ രണ്ട് ഷോൾഡറിൻ്റെ രീതിയിൽ വരുന്നത്. പിന്നീട് നമ്മളത് ഏത് രീതിയിലാണ് നമ്മുടെ ഈ സ്റ്റാൻസിലേക്ക് നമ്മൾ പോകുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഹാൻഡ് വരുന്നത് എന്നുള്ളത്. ഒന്ന് നമ്മുടെ പഞ്ചിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രീതി 1 2 3 റിസ്റ്റ് നമ്മൾ ഈ രീതിയിൽ മടക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു നോർമൽ സ്റ്റാൻസിൽ നിൽക്കുന്നു. ശേഷം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഹിപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ആ ഹാൻഡിൻ്റെ മുകളിലാണ് റൈറ്റ് ഹാൻഡ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നോർമൽ സ്റ്റാൻസിൽ നമ്മൾ ഈ രീതിയിൽ ലെഗ് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ വരുന്ന രീതിയാണ് ഈ പൊസിഷനിൽ. തിരിച്ച് നമ്മൾ പറഞ്ഞു രണ്ട് ഷോൾഡറിൻ്റെ ഒരു ഡിസ്റ്റൻസ് വെച്ച് നമ്മളെ നെക്സ്റ്റ് ലെഫ്റ്റ് ലെഗ് നമ്മൾ വെച്ച് സ്റ്റാൻഡിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റൈറ്റ് ഹാൻഡ് റിവേഴ്സ് എൽബോ, ലെഫ്റ്റ് ഹാൻഡ് പഞ്ച് എന്ന രീതിയിലാണ് പോകേണ്ടത്. ഈ രീതിയിലാണ് പോകേണ്ടത്. ഇതാണ് നമ്മുടെ സ്റ്റാൻസ് വരുന്നത്. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് കിബാഡാച്ചി എന്നുള്ളത്. ഞാൻ സൂചിപ്പിച്ച രീതിയിൽ നമ്മൾ കിബാഡാച്ചി എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ് നമ്മൾ വരുന്നത്. ഈ സ്റ്റാൻഡിങ് ഈ രീതിയിൽ നമുക്ക്
എന്തും പവറിൽ ചെയ്യാൻ സാധിക്കണം. എന്നാൽ അത് കൃത്യമായി നമ്മൾ ബേസിക് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കൂടുതൽ പരിക്കുകൾ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുക എന്ന് മാത്രമല്ല നമുക്ക് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയാതെ സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.